Hi everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് സ്ട്രോക്ക് എന്നതും സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് സ്ട്രോക്ക് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുവാണെങ്കിൽ സ്ട്രോക്കിനെ കാർഡിയോ വാസ്കുലർ ആക്സിഡൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു അപകടം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് ഈ രക്തക്കുഴൽ വഴി രക്തോട്ടം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രക്തക്കുഴലിലേക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി ഈ രക്തക്കുഴലുകൾ വഴിയുള്ള രക്തോട്ടത്തിന് തടസ്സപ്പെടുകയും അതിൻ്റെ ഫലമായി തലച്ചോറിലുള്ള ന്യൂറോൺസ് അഥവാ തലച്ചോറിലെ കോശങ്ങളാണ് ന്യൂറോൺസ്, ഈ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു തടസ്സം നേരിടുന്നത്, അതായത് രക്തക്കുഴലിലേക്കുള്ള തടസ്സം ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹെമറേജിക് സ്ട്രോക്ക് അഥവാ ഈ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, അതാണ് ഹെമറേജിക് സ്ട്രോക്ക്. രണ്ടാമതായി ഇഷ്കീമിക് സ്ട്രോക്ക് അഥവാ ഈ രക്തക്കുഴലിലേക്ക് എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്നു, അതാണ് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ രക്തക്കുഴലുകളെ ഒരു പൈപ്പ് ലൈനായി സങ്കല്പിച്ച് നോക്കാം. ഈ പൈപ്പ് ലൈന് വഴി നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഈ പൈപ്പ് പൊട്ടിപ്പോകുന്നു എന്ന് കരുതുക. ഈ പൊട്ടിപ്പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈ പൈപ്പിലൂടെ പോകേണ്ടിയിരുന്ന രക്തം നമ്മളുടെ തലച്ചോറിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. ഈ സ്പ്രെഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തസമ്മർദ്ദം വളരെ ക്രമാതീതമായ അളവിൽ കൂടുകയും ഇതിൻ്റെ ഫലമായിട്ട് ചുറ്റുമുള്ള ന്യൂറോൺസ് അഥവാ തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെമറേജിക് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് വിളിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പൈപ്പ് ലൈനിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വന്ന് ഈ പൈപ്പ് ലൈനിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഈ ബ്ലോക്ക് ചെയ്യുന്ന ഫലമായിട്ട് പ്രീവിയസ്ലി എങ്ങനെയാണോ ഈ രക്തോട്ടം ഉണ്ടായത് അതിൽ കുറവായിരിക്കും ഈ രക്തോട്ടം ഉണ്ടാവുക. അതായത് ഇപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പകുതി ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രക്തോട്ടം കണ്ടിന്യൂസ്ലി നടക്കുന്നില്ല, ആ രക്തോട്ടത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതിൻ്റെ ഫലമായിട്ട് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. അതേപോലെ അതുവഴി ഓക്സിജൻ്റെ അളവ് കുറയുന്നു, തലച്ചോറിലേക്ക് സപ്ലൈ ചെയ്യേണ്ട ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിലുണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇഷ്കീമിക് സ്ട്രോക്ക്. ഇഷ്കീമിക് സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്ക് പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ഇഷ്കീമിക് സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്കിൻ്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഇഷ്കീമിക് കൈൻഡ് ഓഫ് സ്ട്രോക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ത്രോംബോലൈറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച്, അതായത് ഈ ഒരു ബ്ലോക്കേജിനുണ്ടായ കാരണങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഡ്രഗ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രോക്കാണ് ഇഷ്കീമിക് കൈൻഡ് ഓഫ് സ്ട്രോക്ക്. ഇത് തന്നെ വേറൊരു രീതിയിലും കൂടി സംഭവിക്കാം. അതിനെ നമ്മൾ ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക് എന്ന് വിളിക്കും. അത് നമ്മുടെ സ്ട്രോക്കിൻ്റെ ഏറ്റവും ചെറിയൊരു രൂപമാണ് ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്. അതായത് ഈ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു ബ്ലോക്ക് മാത്രം ഈ രക്തക്കുഴലിലേക്ക് നേരിടേണ്ടി വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു രീതിയിലുള്ള സിംറ്റംസ്, അതായത് സ്ട്രോക്കിൻ്റെ അത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന സിംറ്റംസ് അല്ലാതെ ചെറിയ രീതിയിലൊരു ബലക്കുറവ് അല്ലെങ്കിൽ ഏതൊരു ഏരിയ ആണോ അഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സിംറ്റംസ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് സ്ട്രോക്കാണ് ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്. ഇത് ഒരു 24 മണിക്കൂർ അങ്ങാട്ടി നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുള്ളൂ. ഈ ഒരു ബ്ലോക്കേജ് എപ്പം മാറിപ്പോകുന്നു അതിനനുസരിച്ച് ഈ ഒരു റിവേഴ്സ് പ്രോസസ്സ് വഴി നമ്മുടെ സിംറ്റംസ് ഒക്കെ സബ്സൈഡ് ചെയ്യുകയും നമ്മൾ നോർമൽ ഉള്ള രീതിയിലേക്ക് തിരിച്ചു വരാനും സഹായിക്കുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രോക്കാണ് ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്. അപ്പോൾ നമ്മൾ മെയിൻലി പറഞ്ഞു, ഒന്ന് ഹെമറേജ്, അതായത് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലൂടെ വരുന്ന സ്ട്രോക്ക്. രണ്ടാമത് ഇഷ്കീമിക് സ്ട്രോക്ക്, എന്തെങ്കിലും ബ്ലോക്കേജ് രക്തക്കുഴലിലേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന സ്ട്രോക്ക്, അതാണ് ഇഷ്കീമിക് സ്ട്രോക്ക്. ഇനി നമുക്ക് വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു സ്ട്രോക്ക് എന്നതിനെ പറ്റി സംസാരിക്കാം. ഒരു വ്യക്തിയെ സ്ട്രോക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
ആദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ. നമ്മുടെ രക്തത്തിൻ്റെ സമ്മർദ്ദം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരവസ്ഥ. രണ്ടാമതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണമാണ് ഹാർട്ട് ഡിസീസസ് അഥവാ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളൊരു വ്യക്തിക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണമാണ് ഡയബറ്റിക് അഥവാ പ്രമേഹം എന്നൊരു അസുഖം. നാലാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ കൊളസ്ട്രോൾ അഥവാ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരവസ്ഥ. അഞ്ചാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സ്മോക്കിംഗ് ആണ്, പുകവലി. ആറാമത്തെ റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ലാക്ക് ഓഫ് എക്സസൈസ് അഥവാ വ്യായാമക്കുറവ്. ഏഴാമതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പുവർ ഡയറ്റ്, അനാരോഗ്യകരമായ ഭക്ഷണ രീതി. എട്ടാമതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദമുള്ള ഒരു വ്യക്തിക്ക് ബ്ലഡ് പ്രഷർ കൂടാനും അതുവഴി സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് അധികമാണ്. നമുക്ക് ഇനി ഒൻപതാമതായിട്ട് നമുക്കൊരു റിസ്ക് ഫാക്ടറായിട്ട് പറയാൻ പറ്റുന്നതാണ് ഏജ്. നമ്മൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് രക്തക്കുഴലിലേക്കുള്ള ഇലാസ്തികത നഷ്ടപ്പെടുകയും അതുവഴി സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസും വളരെയധികമാണ്. നമുക്ക് പത്താമതായിട്ട് പറയാൻ പറ്റുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലി ഓർ ജനറ്റിക് ചേഞ്ചസ് ആണ്. ഫാമിലി പരമായിട്ട് നമുക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ്ലി സ്ട്രോക്ക് വന്നൊരു വ്യക്തി, അതായത് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് സ്ട്രോക്ക് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.